ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും 1995 വിക്ടബേറ തേവരയിൽ വെച്ച് നടത്തിയ ബൈബിൾ ക്ലാസ്സിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളാണ്. നമ്മളിപ്പോൾ വിശുദ്ധമായ ദൈവവചനത്തെ ശ്രവിക്കുമ്പോൾ ഈ ദൈവവചനം നമ്മളെ ശുദ്ധീകരിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ ഈശോ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഈശോയുടെ ഈ വചനം നമ്മൾ ശ്രവിക്കും തോറും ദൈവത്തിൻ്റെ പരിശുദ്ധി നമ്മിലേക്ക് വന്നു ചേരുന്നു. സങ്കീർത്തനം 119-ാം അധ്യായം 105-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. നമുക്ക് ഈ വചനത്തിനോട് അതിയായ തീഷ്ണത വരുമ്പോഴാണ് ആ ദൈവവചനത്തിൻ്റെ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരിക. എഫെസൊസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 18-ഉം 19-ഉം തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, ദൈവം വചനത്തിൻ്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരുന്നതിനും അതുവഴി ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നതിനും ഇടയാകുന്നതിനു വേണ്ടി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ദൈവവചനത്തിൻ്റെ ഒരു കവാടമുണ്ട്. ആ കവാടം നമുക്ക് തുറന്ന് കിട്ടുമ്പോഴാണ് ഈ വചനത്തിനോടുള്ള ഒരു ആഗ്രഹം, ദൈവവചനത്തിനോടുള്ള ഒരു തീഷ്ണത നമ്മുടെ ഹൃദയത്തിൽ ജ്വലിക്കുക. ഈ തീഷ്ണത ജ്വലിക്കുമ്പോഴാണ് ആ വചനത്തെ പ്രാപിക്കാനുള്ള ഒരാഗ്രഹം നമ്മൾക്കുണ്ടാകുക. കാരണം ഈ ദൈവവചനം സജീവമാണ്, ഊർജ്ജസ്വലമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അതുപോലെ യോഹന്നാൻ 6:63 പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം ആത്മാവും ജീവനുമാണ്. ഞാൻ നിങ്ങളോട് പറയുന്ന ഓരോ വാക്കിലും, ഈശോ നമ്മളോട് പറയുന്ന ഓരോ വാക്കിലും ആത്മാവുണ്ട്, ജീവനുണ്ട്. കാരണം ദൈവത്തിൻ്റെ വചനം ഉന്നതത്തിൽ നിന്ന് വരുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-3 വരെയുള്ള വചനത്തിൽ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനം ആരാണ്? ദൈവം തന്നെയാണ്. ആദിയിൽ ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്ന ആ നാമം, ആ വചനമാണ് ഈശോയായി ഭൂമിയിലേക്ക് വന്നത്. അതാണ് വെളിപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവൻ്റെ നാമം ദൈവവചനമെന്നാണ്. ഈ വചനത്തെയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് അവിടെ നയിക്കുക. ഈ വചനത്തിലൂടെയാണ് നമുക്ക് ശുദ്ധി ലഭിക്കുക. ഈ വചനത്തിൽ കൂടെയാണ് നമ്മളെ വിശുദ്ധീകരിക്കപ്പെടുക. നമ്മുടെ ആത്മാവിന് ജീവനും ശക്തിയും നൽകുന്നത് ഈ ദൈവവചനത്തിൽ കൂടെയാണ്. നമ്മൾ കാണുന്നുണ്ട് എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ 1 മുതൽ 14 വരെയുള്ള വചനത്തിൽ എസെക്കിയേൽ പ്രവാചകനോട് ദൈവം അരുളിച്ചെയ്യുകയാണ്, അസ്ഥികളോട് പ്രവചിക്കുക, അസ്ഥികളോട് പറയുക. കർത്താവ് അരുളി ചെയ്ത ഓരോ വചനങ്ങളും അസ്ഥികളോട് പ്രഘോഷിക്കുവാൻ പറയുമ്പോൾ പ്രവാചകനായ ദൈവവചനത്തെ സ്വീകരിച്ച പ്രവാചനിൽ കൂടി ആ വചനങ്ങൾ അവിടെ പ്രാവർത്തികമാക്കുകയാണ്. ആ വചനം സംസാരിക്കുമ്പോൾ അസ്ഥികൾക്ക് ജീവനുണ്ടാകുന്നു. ആ അസ്ഥികൾ ഒന്നിച്ചു ചേർന്ന് ദൈവത്തിൻ്റെ നിശ്വാസം ആ അസ്ഥികളുടെ മേൽ അയക്കുമ്പോൾ അത് ജീവൻ പ്രാപിക്കുന്നു. നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുക. നമ്മൾ ഓരോ പാപം ചെയ്യുമ്പോൾ, ഓരോ തിന്മയ്ക്ക് അടിമപ്പെടുമ്പോൾ നമ്മൾ അസ്ഥിക്ക് തുല്യമാകുന്നു. നമ്മളിൽ മരണം സംഭവിക്കുന്നുണ്ട്, ആത്മീയ മരണം നമ്മളിൽ സംഭവിക്കുന്നുണ്ട്. തിരിച്ച് നമുക്ക് ജീവൻ പ്രാപിക്കുന്നത് കർത്താവിൻ്റെ വചനത്തിൽ കൂടെയാണ്. ഈശോ അതുകൊണ്ടാണ് 1 യോഹന്നാൻ 5:10-12 വരെയുള്ള തിരുവചനത്തിൽ ഈശോ പറയുന്നുണ്ട്, പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു, പുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. നമ്മൾ ഈശോയെ സ്വന്തമാക്കുമ്പോൾ, ഈശോയെ അനുഭവിക്കുമ്പോൾ നമ്മളിൽ ദൈവിക ജീവൻ നിലനിൽക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 47-ാം തിരുവചനത്തിൽ ഈശോ പറയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. നമ്മൾ ഈ വചനത്തെ വിശ്വസിക്കുമ്പോൾ, ഈശോയെ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മളിൽ നിത്യജീവൻ ഉണ്ടാവുകയാണ്. അത് നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ കർത്താവ് നിത്യജീവൻ നമുക്ക് തരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ, ഏകസത്യ ദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. നമ്മൾ ഈശോയെ അറിയുമ്പോൾ നമുക്ക് ആ നിത്യമായ ജീവൻ ഉണ്ടാകുന്നു. ഈശോയെ അറിയുമ്പോൾ നമ്മുടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും കൂടെ ഒന്നായിത്തീരുന്നു.
1 കൊരിന്ത്യർ 6:17 കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏക ആത്മാവായി തീരുകയാണ്. അപ്പോൾ നമ്മൾ ഈശോയെ അറിയുമ്പോൾ, ഈശോയോട് ചേരുമ്പോൾ നമ്മുടെ ജീവൻ ദൈവത്തോടൊപ്പം നിഗൂഢമായിട്ട് സ്ഥിതി ചെയ്യുന്നുവെന്ന് കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം 1-3 വരെയുള്ള തിരുവചനത്തിൽ പറയുന്നു. ആ നിത്യജീവൻ്റെ വചസ്സുകളെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം 67-69 വരെയുള്ള തിരുവചനത്തിൽ ഈശോ 12 പേരോടുമായി ചോദിക്കുന്നുണ്ട്, നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നു. ഈശോയുടെ വചനം കേട്ടപ്പോൾ, ഈശോയുടെ ദൈവിക രഹസ്യങ്ങൾ അറിഞ്ഞപ്പോൾ എല്ലാവരും ഈശോയെ ഉപേക്ഷിച്ച് പോവുകയാണ്. പരിശുദ്ധ കുർബാനയുടെ രഹസ്യം ഈശോ യോഹന്നാന്റെ സുവിശേഷം 6-ാം വെളിപ്പെടുത്തുന്നുണ്ട്. എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ് എന്നെല്ലാം ഈശോ പറഞ്ഞപ്പോൾ അവർക്ക് ഗ്രഹിക്കാൻ സാധിച്ചില്ല. എല്ലാവരും ഈശോയെ ഉപേക്ഷിച്ച് പോയപ്പോൾ ശിഷ്യന്മാരോടും ഈശോ പറയുന്നുണ്ട്, നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നുവോ? അപ്പോൾ ശിമിയോൻ പത്രോസ് പറയാണ്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? അങ്ങ് ദൈവത്തിൻ്റെ പരിശുദ്ധനാണ്, അങ്ങാണ് ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്യുന്നു. വിശുദ്ധ പത്രോസ്ലീഹ വെളിപ്പെടുത്തുകയാണ്, അവിടുന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്യുന്നു. നമ്മളോടും കർത്താവ് ചോദിക്കുന്നുണ്ട്, ഈ സഹനങ്ങളുടെ സമയത്ത്, ഒറ്റപ്പെടുത്തലിൻ്റെ സമയത്ത്, എല്ലാവരും നമ്മളെ ഉപേക്ഷിച്ച് പോകുന്ന സമയത്തും നമ്മൾ ഈശോയെ ഉപേക്ഷിച്ച് പോകുന്നുണ്ടോ? ഈശോ നമ്മളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നുവോ? അപ്പോഴാണ് നമ്മൾ ഈ ദൈവവചനത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കേണ്ടത്. നമുക്കും കർത്താവിനോട് പറയാം, ദൈവമേ, നിത്യജീവൻ്റെ വചസ്സുകൾ നിൻ്റെ പക്കലുണ്ട്, അങ്ങാണ് ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്യുന്നു. ഈ ദൈവവചനത്തെ വിശ്വസിക്കുമ്പോഴാണ് നമുക്കറിയാൻ സാധിക്കുക. പരസ്പരം അറിയാൻ സാധിക്കുന്ന എപ്പോഴാണ് നമുക്ക് മനസ്സിലാകും. ഒരു ദാമ്പത്യ ജീവിതത്തിലും അവർ പരസ്പരം ഒന്നാകുമ്പോഴാണ് അവർ പരസ്പരം അറിയുന്നത്, പരസ്പരം മനസ്സിലാക്കുന്നത്. അതുപോലെ നമ്മുടെ ആത്മാവും ദൈവവുമായിട്ട് ഒന്നായിത്തീരുമ്പോഴാണ് ആ കർത്താവിനെ നമുക്ക് അറിയുവാൻ സാധിക്കുക, വിശ്വസിക്കുവാൻ സാധിക്കുക. നമുക്ക് അതിനുള്ള ഒരു അനുഗ്രഹത്തിന് വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ വിക്ടബാറിൻ്റെ ബൈബിൾ ക്ലാസ് തുടർച്ചയായിട്ട് കേട്ടുവരികയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ശ്രമിച്ചു ഈശോയുടെ ഫോൺ നമ്പർ ജെറമ്യ 33:3 സർവശക്തനായ ദൈവത്തെ നമ്മൾ ശുദ്ധ മനസ്സാക്ഷിയോടെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ ദൈവിക രഹസ്യങ്ങളും അവിടെ നമുക്ക് വെളിപ്പെടുത്തി തരും. അതുപോലെ യെശയ്യാ 65:24 പറയുന്നുണ്ട്, വിളിക്കും മുൻപേ ഞാൻ ഉത്തരമരുളും, പ്രാർത്ഥിച്ച് തീരും മുൻപേ ഞാനത് കേൾക്കും. നമ്മൾ ആ ഹൃദയശുദ്ധിയോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോഴാണ് അവിടെ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മളിൽ കർത്താവിൻ്റെ വചനം ഫലം പുറപ്പെടുവിക്കാൻ തുടങ്ങുന്നത്. നമ്മളറിയാതെ ഉറങ്ങിയും ഉണർന്നും കഴിയുമ്പോൾ ദൈവവചനം നമ്മളിൽ വളർന്ന് വലുതാകും. ഓരോ വചനങ്ങളും നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു കഴിയുമ്പോഴാണ് അത് 100 മേനി, 60 മേനി, 30 മേനിയൊക്കെ ഫലം പുറപ്പെടുവിക്കുക. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് കണ്ടു, ഒരു കടുകുമണി വളർന്ന് വലുതായി അനേകർ ചേക്കേറുന്ന ഒരു വൃക്ഷമായിട്ട് മാറാനാണ് ഓരോ ക്രൈസ്തവനെയും ദൈവം വിളിച്ചിരിക്കുന്നത്. ആ വിളിയിൽ കർത്താവിനോട് നമുക്ക് വിശ്വസ്തത പുലർത്താം. അതിനുശേഷം ഇവിടെ പറയുന്നുണ്ട്, ഇതിൽ നമ്മൾ വായിച്ചു മത്തായിയുടെ സുവിശേഷം 13-31-33 വരെ, നിങ്ങളെല്ലാവരും കടുകുമണി പോലെയാണ്, അത് വളർന്ന വലിയ വൃക്ഷമാകും. വലിയ വൃക്ഷമായി കഴിയുമ്പോൾ അനേകം വ്യഭിചാരികളും കൊലപാതകികളും പലതരത്തിലുള്ള പാപം ചെയ്തവരും രക്ഷ പ്രാപിക്കുവാനായി നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തും. കഴിഞ്ഞ 4 ദിവസം മുമ്പ് ഒരു സിനിമാ നടിയെ കൈവച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം അനുവദിച്ചു. അവരുടെ കൗൺസിലിംഗ് കഴിഞ്ഞപ്പോൾ അവർ ഭയങ്കര കരച്ചിൽ, പൊട്ടിക്കരയുകയാണ്. അവൾ ആശുപത്രിയിൽ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടറാണ് അഡ്രസ്സൊക്കെ നൽകി അവരെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. ആ ഡോക്ടറിൽ കൂടിയാണ് ദൈവം പ്രവർത്തിച്ചത്. അങ്ങനെ അവൾ വന്നു. പഴയ കാലത്തെ വലിയ നടിയായിരുന്നു. അവളെ പെട്ടെന്ന് ഈശോ സ്പർശിച്ചു. മാനസാന്തരമായി. ഈശോയ്ക്ക് ആവശ്യം മാനസാന്തരമാണ്. യോഹന്നാൻ 4:34 എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ ഭക്ഷണം. അത്ഭുതങ്ങളും അടയാളങ്ങളും വെറും ഇര മാത്രമാണ്.
മീനിനെ പിടിക്കുവാൻ ചൂണ്ടയിൽ കോർക്കുന്ന ഇര പോലെയാണ്. ഇരയുണ്ടെങ്കിലേ മീൻ ചൂണ്ടയിൽ കയറുകയുള്ളൂ. അത്രയും പ്രാധാന്യം മാത്രമേ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കുമുള്ളൂ. യോഹന്നാൻ 4:48. എന്നാൽ നമ്മൾ ഈ രോഗശാന്തിയുടെയും അത്ഭുതങ്ങളുടെയും പുറകെ ഓടുകയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടാലും വിശ്വസിക്കാത്ത ജനമുണ്ട്. ഹെബ്രായർ 2:4. കാരണം അവരുടെ കണ്ണ് അന്ധമായിരിക്കുകയാണ്. ചിലർ ഒരിക്കലും മാനസാന്തരപ്പെടുകയില്ല. യെശയ്യാ 6:9-11 വരെ. യോഹന്നാൻ 12:40. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ചിലർ മാനസാന്തരപ്പെടുകയില്ല. അവരുടെ ഹൃദയം കഠിനമായി പോകും. റോമ 1:32. റോമ 11:22. ഒന്നെങ്കിൽ കഠിന ഹൃദയം അല്ലെങ്കിൽ ലളിത ഹൃദയമായിരിക്കും. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത് 1 യോഹന്നാൻ 5:16-17 മാനസാന്തരപ്പെടുന്നവർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതി. ജെറമിയ 7:14 അല്ലാത്തവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന കൂടി വേണ്ട, അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കണം, അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. യെശയ്യാ 55:8-9 ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും നമ്മുടേതിൽ നിന്നും വ്യത്യസ്തമാണ്. നാം ചിന്തിക്കുന്നത് പോലെയല്ല ദൈവത്തിൻ്റെ പദ്ധതി. അതുകൊണ്ട് വലിയ ബുദ്ധിശാലികളെ ദൈവം അവരുടെ തന്നെ തന്ത്രങ്ങളിൽ കൊടുക്കും. 1 കൊറിന്തോസ് 3:18-22 വരെ. ഈശോയുടെ വഴി ശക്തിയുടെ വഴിയാണ്. 1 കൊറിന്തോസ് 1:18-30 വരെ. ഈ വചനം വെച്ച് രാത്രിയിൽ നിന്ന് ധ്യാനിക്കണം. രാത്രി 2 മണി മുതൽ 3 മണി വരെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ആത്മീയ ശക്തി ലഭിക്കും. അപ്പോൾ കർത്താവിൽ ഉറച്ചു നിൽക്കുവാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. ഇത് തന്നെയാണ് ഈശോയും ചെയ്തത്. ഈശോ 40 ദിവസം പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. ലൂക്ക 4:1-14 വരെ. മടങ്ങി വന്നത് ആത്മാവിൻ്റെ ശക്തിയാലാണ്. ആത്മാവിൻ്റെ ശക്തിയാണ് കൃപ. നമ്മളെല്ലാം കർത്താവിൻ്റെ ശക്തിയിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നാവ് കൊണ്ട് യേശു എന്ന് പറയുമ്പോഴേ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത്. ഒരേ ആത്മാവിൽ നിന്നുകൊണ്ട് നമ്മളെല്ലാവരും കൂടി ഇപ്പോൾ സ്തുതിച്ചാൽ രോഗശാന്തി നടക്കും. സ്തുതിപ്പിൽ കൂടി രോഗശാന്തിയും അത്ഭുതങ്ങളും നടക്കും. ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തിനാവശ്യം സ്തുതിപ്പാണ്. യെശയ്യാ 6:1-7 വരെ. ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ലെങ്കിൽ വീണ്ടും പാപത്തിലേക്ക് പോകും. റോമ 1:22. ഇന്നിവിടെ വചനം കേൾക്കുവാൻ വന്നവരെല്ലാം 4 വർഷം വചനത്തിൽ ഉറച്ചു നിൽക്കണം. കിട്ടിയ വചനങ്ങളെല്ലാം വായിക്കണം. വീണ്ടും വീണ്ടും വചനങ്ങൾ വായിച്ച് ധ്യാനിക്കണം. ധ്യാനിക്കുവാൻ വേണ്ടി കുറച്ച് വചനങ്ങൾ നിങ്ങൾക്ക് ഞാൻ തരികയാണ്. സങ്കീർത്തനം 119, 15, 23, 27, 48, 97, 99, 142 ഈ വചനങ്ങൾ വെച്ച് ധ്യാനിക്കണം. അതുപോലെ തന്നെ സങ്കീർത്തനം 119, 130 വചനം വെച്ച് ധ്യാനിക്കണം. യോഹന്നാൻ 12:24, 1 കൊറിന്തോസ് 2:9-16 വരെ ഈ വചനങ്ങൾ വെച്ചും ധ്യാനിക്കണം. ധ്യാനിക്കുമ്പോഴാണ് കർത്താവ് ആത്മാവിന് വെളിച്ചവും ശക്തിയും തരുന്നത്. ദൈവം ആത്മാവാണ്. ഈ ആത്മാവ് നമ്മിലും വന്ന് വാസമുറപ്പിക്കും. പിന്നെ ഒരിക്കലും നമ്മെ വിട്ടുപോകുകയില്ല. അപ്പോൾ അനേകർക്ക് ഈശോയെ കൊടുക്കുവാൻ സാധിക്കും. സത്യദൈവത്തെ കൊടുക്കുവാൻ സാധിക്കും. ദൈവം നിങ്ങളെ എല്ലാവരെയും ശക്തിപ്പെടുത്തും. അതിനുശേഷം വിറ്റുപേരുടെ ഒരു പ്രാർത്ഥനയാണ്. ഇതിലൂടെ ഈ ടോക്ക് അവസാനിക്കുകയാണ്. അപ്പോൾ ഈ പ്രാർത്ഥനയോടെ നമുക്ക് ശ്രവിക്കാം. എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളെല്ലാവരും പാപികളാണ്. കർത്താവെ, ഞങ്ങൾക്ക് പാപമില്ല എന്ന് വിചാരിച്ചായിരുന്നു ഇത്രയും കാലം ഞങ്ങൾ ജീവിച്ചിരുന്നത്. ഞങ്ങൾ നല്ലവരാണ്, നീതിമാന്മാരാണ് എന്ന ചിന്തയിലായിരുന്നു ഇത്രയും നാൾ ജീവിച്ചിരുന്നത്. ഞങ്ങളിൽ പലരും വിചാരിച്ചു ഞങ്ങൾക്ക് ധനമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, കുടുംബ മഹിമയുണ്ട്, ജീവിതത്തിൽ എല്ലാ സുഖങ്ങളുമുണ്ട്. ഞങ്ങളങ്ങേ അറിഞ്ഞില്ലായിരുന്നു കർത്താവെ. അങ്ങ് സത്യദൈവമാണെന്നുള്ള ഞങ്ങളുടെ വിശ്വാസം പലപ്പോഴും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കർത്താവെ. പലപ്പോഴും ഞങ്ങളങ്ങേ സംശയിച്ചു കർത്താവെ. ഈശോയെ, അങ്ങ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. പലപ്പോഴും ഇത് ഞങ്ങളുടെ ബുദ്ധിയിലാണ് കണ്ടിരുന്നത്. ഇന്ന് ഞങ്ങൾ പരിപൂർണമായും അങ്ങേക്ക് അടിയറ വയ്ക്കുന്നു. ഈശോയെ ഞങ്ങൾ പരിപൂർണമായും വിശ്വസിക്കുന്നു. അബ്രഹാം വിശ്വസിച്ചതുപോലെ, അവസാനം വിശുദ്ധ തോമസ് വിശ്വസിച്ചതുപോലെ
ഞങ്ങളും അങ്ങയെ വിശ്വസിക്കുന്ന കർത്താവേ. അങ്ങ് ഞങ്ങളോട് പറഞ്ഞുവല്ലോ, കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. ഞങ്ങൾ അതുപോലെ വിശ്വസിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങൾ പല പാപത്തിലും വീണു പോയിട്ടുണ്ട് കർത്താവേ. ഞങ്ങൾ മനുഷ്യരെ വിശ്വസിച്ചു, അവരെല്ലാവരും ഞങ്ങളെ വഞ്ചിച്ചു കർത്താവേ. ഇനിയും അങ്ങിൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ. ഈശോയെ, അങ്ങയുടെ വചനങ്ങളെല്ലാം അമ്മയായ മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചുവല്ലോ. വിശുദ്ധ ഫ്രാൻസിസ് അസിസിയും എല്ലാ വിശുദ്ധരും അങ്ങയുടെ വചനമാണല്ലോ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നത്. ഈശോയെ, ഞങ്ങൾക്കും അങ്ങയുടെ കൃപ തരണമേ. അങ്ങയുടെ വചനം സ്വീകരിക്കുവാനും എളിമപ്പെടുവാനും കൃപ തരണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഒരിക്കലും ഞങ്ങളെ വിട്ടുകളയരുതേ കർത്താവേ. അങ്ങയുടെ മാലാഖമാരെ എല്ലാം അയക്കണമേ കർത്താവേ. വിശുദ്ധ ഗബ്രിയേൽ മാലാഖയെയും റഫായേൽ മാലാഖയെയും മിഖായേൽ മാലാഖയെയും അയക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥനയും കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ കേട്ടത്. നമ്മളിതിൻ്റെ അത് കേട്ടുവരികയായിരുന്നു. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് മാനസാന്തരമാണ്, മനസ്സിൻ്റെ മാറ്റമാണ്. ഈശോ പറയുന്നുണ്ട് യോഹന്നാൻ 4:34, എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ ഭക്ഷണം. ഈശോയുടെ യഥാർത്ഥ ഭക്ഷണത്തെക്കുറിച്ച് ഈശോ വെളിപ്പെടുത്തുകയാണ്. ഈശോയുടെ ഭക്ഷണം ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുകയാണ്. നമുക്കറിയാം, ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ദാഹിച്ചതും എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കോരോരുത്തർക്കും വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഈശോ ദാഹിക്കുകയാണ്. ഈശോയുടെ വിശപ്പും ദാഹവും എല്ലാം ശമിക്കുന്നത് നമ്മൾ ഓരോ വ്യക്തികളും പാപത്തിൽ നിന്ന് വിട്ടുപോരുമ്പോഴാണ്. ആ ഈശോയെ സ്വീകരിച്ച് നിത്യജീവൻ സ്വന്തമാക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ദാഹം ശമിപ്പിക്കുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മുടെ ഹൃദയം എപ്പോഴും എന്തിനോയൊക്കെ വേണ്ടി ദാഹിക്കുന്നത് നമുക്കറിയാം. സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം. മനുഷ്യൻ പലതിനും വേണ്ടി ദാഹിക്കുന്നുണ്ട്. ഈ ദാഹം മനുഷ്യനോട് പലപ്പോഴുമുണ്ട്, സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം. പക്ഷേ നമ്മുടെ ഈ ദാഹം ദൈവീകമാക്കി മാറ്റുമ്പോൾ, ദൈവത്തിൽ നിന്നുള്ള ആ സ്നേഹം അനുഭവിക്കുവാൻ വേണ്ടിയുള്ള ഒരു ദാഹം ആയി മാറുമ്പോൾ മാത്രമാണ് നമുക്ക് യഥാർത്ഥ ദൈവസ്നേഹം അനുഭവിക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ 14-ാം തിരുവചനത്തിലും 13-14 തിരുവചനത്തിലും ഈശോ സമരിയക്കാരോട് പറയുന്നുണ്ട്, ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നതിന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. നമ്മുടെ വിശപ്പ്, നമ്മുടെ ആത്മാവിൻ്റെ വിശപ്പ്, സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ വിശപ്പ്, അംഗീകാരത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ വിശപ്പ്, ഈ ലോകത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ വിശപ്പ് എല്ലാം ശമിക്കണമെങ്കിൽ ആ ക്രിസ്തുവിനെ നമ്മൾ സ്വന്തമാക്കണം. ആ ഈശോയെ നമ്മൾ സ്വന്തമാക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഈ വിശപ്പ് അല്ലെങ്കിൽ നമ്മുടെ ദാഹം ശമിപ്പിക്കുക. അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യൻ്റെ എല്ലാം പിന്നാലെ ഓടുകയാണ്, സ്നേഹത്തിന് വേണ്ടി നമ്മൾ ദാഹിക്കുകയാണ്, ഓടുകയാണ്. പക്ഷെ നമ്മൾ ആ ഈശോയെ സ്വന്തമാക്കിയാൽ മാത്രമാണ് നമ്മുടെ ദാഹം ശമിപ്പിക്കുക. അപ്പോഴാണ് ഈശോയ്ക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കുക, നമ്മളാകുന്ന ആത്മാവിനെ കൊടുക്കുവാൻ സാധിക്കുക, നമ്മുടെ മനസ്സാന്തരം കൊടുക്കാൻ സാധിക്കുക. എപ്പോഴാണ് സ്വർഗത്തിൽ അനേകർക്ക് സന്തോഷിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ദൂതന്മാർ സന്തോഷിക്കുന്ന സമയമാണ് അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യത്തിനും 10-ാം വാക്യത്തിനും നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം സന്തോഷിക്കുന്ന സമയം. അത്ഭുതങ്ങളും അടയാളങ്ങളും വെറും ഇര മാത്രമാണ്, മീനിനെ പിടിക്കാൻ ചൂണ്ടയിൽ കുറക്കുന്ന ഒരു ഇര പോലെ. അപ്പോൾ എന്തുകൊണ്ടാണ് കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്നത്? വിശ്വസിക്കാൻ വേണ്ടി, കർത്താവിലേക്ക് അടുക്കുവാൻ വേണ്ടി. വെറും ഇരകൾ മാത്രമാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടില്ല എങ്കിൽ നിങ്ങൾ വിശ്വസിക്കില്ല എന്ന് പറയുക. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 48-ാം തിരുവചനത്തിൽ. എന്നാൽ നമ്മൾ രോഗശാന്തിയുടെയും അത്ഭുതങ്ങളുടെ എല്ലാം പിന്നാലെ നമ്മൾ പലപ്പോഴും ഓടുകയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടാലും വിശ്വസിക്കാത്ത ജനമുണ്ട്, അവർ മാനസാന്തരപ്പെടുകയില്ല. അതുകൊണ്ടാണ് ഏഷ്യായിലും സുവിശേഷങ്ങളെല്ലാം പറയുന്നുണ്ട്. അതിനകത്ത് നമ്മളൊരു ആത്മീയ രഹസ്യം കാണുന്നുണ്ട്. എപ്പോഴും നമ്മൾ ഈശോയെ അനുഭവിക്കുന്നതിൽ നിന്ന് നമ്മൾ മാറാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ദൈവം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ തള്ളിക്കളയാം.
അപ്പോൾ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ് ദൈവത്തെ സ്വീകരിക്കണമെന്നുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ കൂടെ പദ്ധതിയാണ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. ചിലരുടെ ഹൃദയം കഠിനമായി മാറും. പുറപ്പാടിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഫറവോയുടെ ഹൃദയം ദൈവം കഠിനമാക്കി. ആ പുറപ്പാടിൻ്റെ പുസ്തകം ഓരോ പ്രാവശ്യവും അവിടെ അത്ഭുതങ്ങൾ മോശയിലൂടെ നടക്കുമ്പോൾ, മോശയിലൂടെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കഴിയുമ്പോൾ ഫറവോയുടെ ഹൃദയം ഓരോ പ്രാവശ്യവും കഠിനമാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? കർത്താവിൻ്റെ പദ്ധതികൾ കൂടുതൽ ശക്തമായിട്ട് പ്രവർത്തിക്കുവാൻ, കർത്താവിൻ്റെ കൃപകൾ കൂടുതൽ ശക്തമായിട്ട് പ്രവർത്തിക്കുവാൻ വേണ്ടി വീണ്ടും വീണ്ടും ഫറവോയുടെ ഹൃദയത്തെ കഠിനമാക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ് സംഭവിക്കുക. ഈശോയ്ക്ക് നമ്മളിൽ വളരണമെങ്കിൽ പലപ്പോഴും മറ്റുള്ളവരുടെ ഹൃദയം കഠിനമായി അതിലൂടെ നമ്മൾ അസ്വസ്ഥരാകും, പീഡിപ്പിക്കപ്പെടും. അപ്പോൾ നമ്മൾ കൂടുതൽ ദൈവത്തിൽ ശക്തി പ്രാപിക്കുവാൻ, ദൈവത്തിൻ്റെ പിന്നാലെ കൂടുതൽ കൂടുതൽ ശക്തിയോടെ ആകുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ഈ അസ്വസ്ഥതകളുണ്ടാകുക. എസെക്കിയേൽ പ്രവാചന പുസ്തകം 47-ാം അധ്യായത്തിൽ ദേവാലയത്തിലുള്ള നീർച്ചാലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ആത്മാവിലേക്ക് ദൈവത്തിൻ്റെ വചനം വന്ന് വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ, കർത്താവിൻ്റെ അനുഗ്രഹങ്ങളും കൃപകളും നമ്മിലേക്ക് വന്ന് ചൊരിയപ്പെടുമ്പോൾ നമ്മളെ ദൈവം പല സ്റ്റേജിൽ കൂടെ കടത്തിക്കൊണ്ട് പോകും. 11-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, എന്നാൽ നദിയുടെ സമീപത്തുള്ള ചേറ്റുനിലങ്ങളും ചതുപ്പ് നിലങ്ങളും ശുദ്ധമാക്കപ്പെടുകയില്ല, ഉപ്പിനു വേണ്ടി അവ മാറ്റിവെച്ചിരിക്കുന്നു. എന്നാൽ നദിയുടെ സമീപത്തുള്ള ചേറ്റുനിലങ്ങളും ചതുപ്പ് നിലങ്ങളും ശുദ്ധമാക്കപ്പെടുകയില്ല, ഉപ്പിനു വേണ്ടി അവ മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമുക്ക് വേണ്ടി ദൈവം മാറ്റിവെക്കുന്ന ചില ചതുപ്പ് നിലങ്ങളുണ്ട്. അതുപോലെ തന്നെ ചേറ്റുനിലങ്ങളും ചതുപ്പ് നിലങ്ങളും ഒക്കെ ഉണ്ട്. അത് ഉപ്പിനു വേണ്ടി മാറ്റിവെക്കപ്പെടുകയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഉപ്പ് നൽകുവാൻ, ശക്തിപ്പെടുത്തുവാൻ ദൈവം മാറ്റിവെക്കപ്പെടുന്നതാണത്. ശുദ്ധീകരിക്കപ്പെടുകയില്ല എന്ന് പറയുക. എല്ലാ തരത്തിലും ചിലപ്പോൾ നമ്മളെ ദൈവം നമുക്ക് തന്ന ചില മുള്ളുകളായിരിക്കാം. അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതിലൂടെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ എസെക്കിയേൽ പ്രവാചന പുസ്തകം 47-ാം അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാകും, ദേവാലയത്തിലേക്കുള്ള നീർച്ചാൽ. നമ്മൾ നമ്മെ തന്നെ ആ വചനത്തിൽ കൂടെ കൊണ്ടുപോകുമ്പോൾ, നമ്മെ തന്നെ ആ വചനം വെച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ, ആ വചനത്തിൻ്റെ അകത്തെ ആ വചനം നമ്മളിൽ കൂടി ഒഴുകുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് ധ്യാനിക്കണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക, ഈ ഉപ്പിന് വേണ്ടി അതിനെ മാറ്റിവെച്ചിരിക്കുന്നു. നമ്മൾ ഭൂമിയുടെ ഉപ്പാണ് എന്നാണ് മത്തായി സുവിശേഷത്തിൽ പറയുക. ഈ ഉപ്പാകണമെങ്കിൽ ഈശോ തരുന്ന അനുഗ്രഹമായിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റായിട്ട് ഓരോ പീഡനങ്ങളെയും സഹനങ്ങളെയും കാണുമ്പോഴാണ് അവ കൂടുതൽ കൂടുതൽ ശക്തി ആർജിക്കുക. അതാണ് പൗലോസ്ലീഹായൊക്കെ പുസ്തകപ്രവർത്തനം 5:41 ഈശോയുടെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിൻ്റെ മുൻപിൽ നിന്ന് പുറത്തു പോവുകയാണ്. ഒരു ആത്മീയ സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട്, ഈശോയുടെ നാമത്തിന് വേണ്ടിയുള്ള അപമാനം സ്വീകരിച്ചുകൊണ്ട് പുറത്തു പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈശോയിൽ വന്നു കഴിയുമ്പോൾ, നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ, നമ്മളെ പീഡിപ്പിക്കപ്പെടുമ്പോൾ, നമ്മളെ വിഷമിപ്പിക്കപ്പെടുമ്പോൾ, ഈശോയുടെ നാമത്തിന് വേണ്ടി നമ്മൾ മാറ്റി നിർത്തപ്പെടുമ്പോൾ ഒക്കെ നമ്മൾ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുമ്പോഴാണ് ആ ചതുപ്പ് നിലങ്ങളും അതുപോലെ അവരെല്ലാം വിശുദ്ധീകരിക്കപ്പെടുവാൻ ദൈവം അനുവദിക്കും. അതിലൂടെ അവരും വിശുദ്ധീകരിക്കപ്പെടും, നമ്മളും വിശുദ്ധീകരിക്കപ്പെടുന്നു. പിന്നെ ബ്രദർ പറയുന്നത്, നമ്മൾ രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ വചനങ്ങളും നമ്മൾ ഹൃദയത്തിലാക്കി, ഈ വചനങ്ങൾ ഓരോന്നും വെച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ആ വചനങ്ങൾ ഓരോന്നും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊണ്ടുവരണം. അപ്പോഴാണ് ആ വചനം നമ്മുടെ ഒരു ഭാഗമായി മാറുക. ആ വചനത്തെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് ആ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് ലയിച്ച് ചേരുക. അപ്പോൾ നമ്മൾ രാത്രിയിൽ വെച്ച് പ്രാർത്ഥിച്ച് ധ്യാനിക്കേണ്ട കുറേ വചനങ്ങൾ അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. സങ്കീർത്തനം 119, 15, 23, 27, 48, 57, 99, 142. അതുപോലെ യോഹന്നാൻ 12, 24, 1 കൊരിന്ത്യർ 2, 9-14 വരെ, 9-16 വരെ, സങ്കീർത്തനം 119, 130. ഇങ്ങനെ ഓരോ വചനങ്ങളും വെച്ച് നമ്മൾ ധ്യാനിക്കണം. ധ്യാനിക്കുമ്പോൾ ദൈവിക രഹസ്യങ്ങളിലേക്ക് അവൾ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും എന്ന് പറയുകയാണ്. ഇതിലൂടെ ഈ ടോക്ക് തീരുകയാണ്. ഇന്ന് കിട്ടിയ ഈ വചനങ്ങളെ ഓർത്ത് കർത്താവിന് നമുക്ക് നന്ദി പറയാം.
നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കാതെ മാംസളമായ ഹൃദയം ഈശോ നമുക്ക് തരുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും നമ്മൾ നന്മ തിരഞ്ഞെടുക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ ഹൃദയം കാണുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങൾ അറിയുന്നവനാണ് ദൈവം. ഒരു വാക്ക് നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പേ നമ്മെ കാണുന്ന ദൈവത്തെ, നമ്മെ അറിയുന്ന ദൈവത്തെ കൂടുതൽ അറിയുവാനും അവിടുത്തെ ഹൃദയത്തോട് ചേരുവാനും അവിടെ നമ്മെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീസിൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.